ചെങ്ങാഴ്ച വരുന്നുണ്ടേ വാട്ടോ. എങ്ങോട്ടാണ് ലൊക്കേഷൻ ഫിക്സ് ചെയ്തോ? കൊടൈക്കനാൽക്കണി ഗുണാങ്കാവിക്ക് അടിച്ചു കയറി വാ, വേഗം വാ. ഞാൻ വരുന്നത് ഈ ഷൂ ഒന്ന് ഇട്ടാട്ടത് പെരുന്നാൾക്ക് വാങ്ങിയ പുതിയ ഷൂ ആണ്. ഇത് വരുന്നുണ്ട്. ഒരാൾക്കേ ചാൻസ് ഉള്ളൂ. ഞാൻ പോരിട്ടാ, ഞങ്ങൾ ഇപ്പൊ പോവാൻ നിക്കാണേ. ഞാൻ ചൂറ് പോലെ പോയിക്കോളടാ, കാണിച്ചിടാ എല്ലാത്തിന്. ഞാനും പോടാ, ഇതിനെക്കാട്ടി വലിയ പോക്ക് പോടാ. നമ്മളെത്തും ആളുണ്ടടാ, നമ്മളെ ഫ്ലൈസ് ചെയ്യാനെ വിളിച്ചാൽ മതിടാ. ഇതിനെക്കാട്ടി വലിയ ടൂർ നമുക്ക് പോകാൻ പറ്റൂടാ. ഞാൻ വിളിച്ചൂടാ. ഹലോ, അതെ, എന്റെ ചെങ്ങൈമാർ എന്നെ കൊണ്ടുപോകുന്ന ടൂർ പോയി കൊടൈക്കനാലിക്ക്. എനിക്ക് അതിനെക്കാട്ടി വലിയ ടൂർ പോകണം. ഏത് പാക്കേജ് ഉണ്ടാ? അസർബൈജാൻ എന്ത് കോപ്പാണ് വേണ്ടില്ല. ടിക്കറ്റ് പൈസ ഒന്നും പ്രശ്നമില്ല. ഇതിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഒക്കെ സെറ്റ് ആയിക്കോളെ. ഇക്ക് ഇന്ന് തന്നെ പോകണം. എയർപോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ എവിടേക്കാച്ച വരാം. പൈസ ഒരു വിഷയമല്ല. ഇക്ക് ഇന്ന് തന്നെ പോകണം. അസർബൈജാൻ ഫുള്ള് സെറ്റാക്കി. ഞാൻ ഇക്ക് തന്നെ പോയേ പറ്റൂ. ഇതിന്റെ അഭിമാനത്തിന്റെ പ്രശ്നം. ഓക്കെ, മാലിക്കിന് വിളിച്ചണം. ഹലോ, എന്താ ചങ്ങായി കേസ്? എടാ മാലിക്ക് തെണ്ടി, ഞാൻ അസർബൈജാൻ പോവാടാ. അസർബൈജാൻ നിങ്ങളൊക്കെ കൊണാക്കാവിൽ പോയിക്കാണ്ട് ഉണ്ടാക്കിട്ടാ ഞാൻ അസർബൈജാൻ പോവാണ്. കാണിച്ചടാ. നിങ്ങളെ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഞാൻ ഇറക്കൂടാ. അടാ നിർത്തി അസർബൈജാനിൽ പോവാണല്ലോ. അസർബൈജാനോ? അതെന്ത് സാധനോ? അതൊരു കൺട്രിയാണ്, ഒരു രാജ്യം. അടച്ചോൻ എന്നാ ഓനെ ഗ്രൂപ്പ് ഒന്ന് ഒഴിവാക്കണതേ. ഇനിയിപ്പോ ഓന്റെ വീഡിയോസ് നമ്മൾ കാണേണ്ടി വരും. അങ്ങനെ വെറുപ്പിച്ചു എല്ലാം ഒന്ന് വാട്സപ്പ് ബ്ലോക്ക് ആക്കിടാ. ഫുള്ള് ബ്ലോക്ക് ആക്കിടാ. ഓനൊക്കെ ഒരു കമ്പനി നമുക്ക് ഞാൻ വേണ്ട. ഫുള്ള് ഒഴിവാക്കണോ? മുത്തുമണീസേ, പൈലറ്റിന് വിമാനം ഓടിക്കാൻ വയ്യാന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ കയറി ഓടിക്കല്ലാതെ വേറെ നിവർത്തില്ലല്ലോ. ആൾക്കാരെ ബുദ്ധിമുട്ടാക്കാൻ പറ്റില്ല. നിങ്ങളൊന്ന് ആലോചിക്കുകയാണ്. ഞാൻ കുറേ കാലം ആഗ്രഹിച്ച് നമ്മൾ ഫ്ലൈസ് ചെയ്യാൻ്റെ 455 രൂപേൻ്റെ പാക്കേജിൽ അസർബൈജാനേക്ക് ഒന്ന് പോയിരുന്നു. ആ കണ്ണാടി കൂടി പുറത്തേക്ക് നോക്കിക്കാണ്ട് ആ മലൻ്റെ മേലെ മൂന്ന് എടുക്കുന്ന മഞ്ഞൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ കുത്തുന്ന എൻജോയ് ചെയ്ത് യാത്ര ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ഒരു അനൗൺസ്മെൻറ്റ് വരുന്നത്. പൈലറ്റിന് മേലും കൈ വേനായിട്ട് കുറച്ച് ഇടങ്ങാറാണ്. വണ്ടി ഓടിക്കാരനോ ആരെങ്കിലും ഉണ്ടോയിക്കണേ. പിന്നെ കുറേ ആൾക്കാർ എന്താ പറയുക, പുറച്ച് മൂടി കിടക്കുന്നുണ്ട്. ഹാപ്പി ആയിട്ട് സന്തോഷം എല്ലാവരും എൻജോയ് ചെയ്ത് ടൂറും അല്ലേ, മോശമാക്കാൻ പറ്റൂല. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ഞാൻ അങ്ങോട്ട് കയറി ഓടിച്ച്. നമുക്ക് പിന്നെ പണ്ട് കൊണ്ടോട്ടിന്ന് കുന്നുമ്പത്തേക്ക് ജീപ്പ് ഓടിച്ച എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഒന്നും നോക്കിയില്ല, നേരെ നമ്മൾ ആ കടലിൻ്റെ മേൽ കൂടി അങ്ങോട്ട് കൊണ്ടുപോയിക്കാണ്ട് വളരെ മനോഹരമായിട്ട് അടിപൊളിയായിട്ട് അസർബൈജാൻ്റെ മേൽ കൂടി അങ്ങോട്ട് പോയിക്കാണ്ട് വളരെ സേഫ്റ്റി ആക്കിയിട്ടാണ് ഇറക്കി കൊടുത്തു. നമുക്കിതൊരു ഉത്തരവില്ലല്ലോ. പിന്നെ എല്ലാ ആളുകളെ സന്തോഷം കാണണം. പിന്നെ ആരാധകരെ തിരക്കും, ഓരോരുത്തരും വന്ന് സെൽഫി എടുക്കുക, അത് ഇത്. നമുക്ക് പിന്നെ സെൽഫി എടുക്കുന്നതുകൊണ്ട് വലിയ ജാടല്ലാത്തതുകൊണ്ട് നമ്മളങ്ങ് നിന്ന് കൊടുത്തു. എന്തായാലും എല്ലാവരും ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. എന്താ ചെയ്യുക, അങ്ങനെ അങ്ങോട്ട് പിന്നെ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ നമ്മൾ വന്ന പാടേതാ നമ്മളെ ഫ്ലൈസ് ചെയ്യാനെൻ്റെ കാർഡും പിടിച്ചിട്ട് നമ്മളെ ഗൈഡ് ഇവിടെ നിൽക്കുന്നില്ല. അപ്പം ഇനി നമ്മൾ ഈ എന്താ പറയുക, അസർബൈജാൻ മൊത്തത്തിൽ ഞങ്ങൾ കറങ്ങാൻ പോവാണ്. അപ്പം ഇങ്ങോട്ട് വന്നാൽ മതി, നമ്മളെ പ്ലേസ് ചെയ്യാൻ്റെ ആൾക്കാർ ഇവിടെ പുറത്തുണ്ടാവും. എവിടെ വേണ്ട വെച്ച് നിങ്ങളെ കൊണ്ടുപോയി കാണിച്ചു തരും. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഞാൻ വരുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. കം ഓൺ. അങ്ങനെ മുത്തുമണീസ് നമ്മളിതാ അസർബൈജാനിൽ കാല് കുത്തിയിട്ടാ. പുതിയ രാജ്യം, പുതിയ സ്ഥലങ്ങൾ, നമ്മളെ ഗൈഡ് കാര്യങ്ങളൊക്കെ അപ്പുറത്തുണ്ട്. ഫുള്ള് സെറ്റാണ്. കുണാക്കാവിക്ക് വവ്വാലിന് പിടിച്ചാൽ പോയ ടീമേ ഓലൊക്കെ ഇതൊക്കെ കാണണം. ഇതൊക്കെയാണ് ആ ഫ്ലൈറ്റിൽ ഇരുന്ന് കാണി ഇങ്ങനെ വരുമ്പോഴുള്ള സുഖം ഉണ്ടല്ലോ. ആ പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര മനോഹരമാണ്. മഞ്ഞുമലകൾ, കടൽ, ഒരു രക്ഷയില്ല. എന്ത് രസമാണ് അറിയാം. നമ്മളെ അസർബൈജാനിലേക്കുള്ള യാത്രയിൽ കാണുന്ന സീനറികൾ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്, മാരകട. ആ കുണക്കാവിൽ പോയി കാണും വവ്വാലിന് പിടിച്ചാൽ അതൊന്നും കിട്ടൂലേ, വരെ എങ്ങോട്ട് പോരെ. അപ്പോൾ തോണിച്ചാ 2 ദിവസമായിട്ട് ഈ അസർബൈജാൻ നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പം ഇവരെ ഫ്ലൈസ് ചെയ്യാനിൻ്റെ പാക്കേജ് ചെയ്യുന്നത് UAE നിന്നാണ്. UAE നിന്ന് അവർ പാക്കേജ് ഉണ്ട്.
അപ്പം ആ ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ എന്തിനാണ് ഇവിടെ വന്നതെന്നും കൂടി ഒന്ന് പറയും. മെയിൻ ആൾ ഷിബിലിക്കാണ് കേട്ടോ. ഓക്കെ, നമ്മൾ മെയിൻലി ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സിയാനൻ്റെ ഒരു പാക്കേജ് കൂടിയാണ് അസർബൈജാൻ. ഓക്കെ, നമ്മൾ കാലങ്ങളായിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഫാമിലീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ നമ്മളിപ്പോൾ ഈ ജൂലൈ 5-ാം തീയതി നമ്മളൊരു ഫിക്സഡ് പാക്കേജ് തയ്യാറെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 30 പാസഞ്ചറിൻ്റെ പാക്കേജാണുള്ളത്. അതായത് 5-ന് പോയിട്ട് 10-ാം തീയതി തിരിച്ചു വരുന്ന രീതിയിൽ ഒരു 5 ഡേയ്സ് പാക്കേജാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഇപ്പോഴത്തെ കാലാവസ്ഥയും അതേപോലെ തന്നെ അതിൻ്റെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ആ രീതിയിൽ അതിന് മുന്നോട്ടേക്ക് നമുക്ക് ഒരു പ്രശ്നമൊന്നുമില്ലാതെ ക്ലിയർ ആയിട്ട് വരുന്ന ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോന്നിട്ടുള്ളത്. അതായത് ഫ്ലൈ സിയാന ട്രാവൽസ് നടക്കുന്ന എല്ലാ പാക്കേജിനും എന്ത് ചെയ്യും, ആദ്യം ആ ടീം, ആ ട്രാവൽസിൻ്റെ ടീം ഒന്ന് പോയിട്ട് അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഇങ്ങോട്ട് വരും. അതവിടെ കാര്യങ്ങളൊക്കെ തീരുമാനമാക്കിയിട്ട്. അപ്പം ഈ ജൂലൈ 5-ന് ദുബായിൽ നിന്ന് പുതിയ ഒരു പാക്കേജ് വരുന്നുണ്ട് ഈ അസർബൈജാനിലേക്ക്. അതായത് വെക്കേഷനൊക്കെ ആണല്ലോ, സ്കൂളൊക്കെ പൂട്ടാണല്ലോ കുട്ടികൾക്ക്. നാട്ടിലൊക്കെ പോകാനാണെങ്കിൽ പേരും ചാർജുമാണ് ടിക്കറ്റിന്. അപ്പോൾ ആ ഒരു സമയം ഉപയോഗപ്പെടുത്താൻ പറ്റിയ നല്ലൊരു അവസരമാണ്. അതായത് ചെറിയ പൈസ, അതായത് 475 ദിർഹംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാബി ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാം. അതല്ല നിങ്ങൾ റെഡി ക്യാഷ് ഫുള്ളായിട്ട് കൊടുത്തിട്ടാണ് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ വെറും 1800 ദിർഹംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ചിട്ട് പോകും. അതാ 2-3 ദിവസമല്ല, ഈ 3 ദിവസത്തെ പാക്കേജ് എടുക്കുന്ന സമയത്തുള്ള പ്രശ്നം തരോ, ഒരു ദിവസം യാത്ര, രണ്ടാമത്തെ ദിവസം തിരിച്ചുള്ള യാത്ര. 3 ദിവസത്തെ പാക്കേജ് ഇപ്പോൾ കറന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ദിവസം നമ്മളിവിടെ എത്തിയാൽ തന്നെ ഓൾമോസ്റ്റ് നമ്മൾ ടയർഡ് ആയിരിക്കും. കാരണം 3 hours മുമ്പ് എയർപോർട്ടിലെത്തി, പിന്നെ ഒരു 3 hours ഇവിടെ ജേർണി ചെയ്ത് പിന്നെ നമ്മൾ നേരെ പാക്കേജിനുണ്ടാകുമ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ടയർഡ് ആയിരിക്കും. അന്നത്തെ ദിവസം നമ്മൾ ആ റൂമിൽ തന്നെ ഫ്രീ ആയിട്ട് അവരെ വെച്ചിട്ട് പിറ്റേ ദിവസം മുതൽ നല്ല എനർജി മൂഡിൽ അവരെ ടൂർ കൊണ്ടുപോകുമ്പോൾ അവർക്കും എനർജി ആയിരിക്കും. എന്താ വെച്ചാൽ ഫ്രീ ടൈം ആണല്ലോ എന്തായാലും ടൂർ ടൈമും കിട്ടും. 5 ദിവസം ഉണ്ടാവും വരാനുള്ള, ഒരു ദിവസം പോകാനൊരു ദിവസം, 3 ദിവസത്തെ പാക്കേജ് ഒക്കെ ആകുമ്പോൾ പിന്നെ ഒരു ദിവസം അതിൻ്റെ അടി കിട്ടും. അത് എങ്ങോട്ടത്തെ എത്തൂല. ആകെപ്പാടെ ഒരു 100 ദിർഹംസിൻ്റെ 200 ദിർഹംസിൻ്റെ മാറ്റേ വരുള്ളൂ. അപ്പം ഏറ്റവും നല്ലത് ഈ 5 ഡേയ്സിൻ്റെ പാക്കേജ് എടുത്തിട്ട് വരുന്നതാണ്. അപ്പം ഈ വരുന്ന 5-ാം തീയതി ദുബായിൽ നിന്ന് പാക്കേജ് ഉണ്ട്. നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം, പ്ലേസ് ചെയ്യാനെ കോൺടാക്ട് ചെയ്യാം. ഇവിടെ വന്ന് അടിച്ച് പൊളിച്ചിട്ട് പോയി. ഞാനിപ്പോൾ 2-ാമത്തെ ദിവസമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു. അതേപോലെ ഇപ്പം നമ്മൾ നിൽക്കുന്നത് എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ എവിടേക്കുള്ള യാത്രയാണ്? ഇതിപ്പോൾ നമ്മൾ നേരെ കുബയിലേക്കാണ് പോകുന്നത്. കുബയിലേക്കുള്ള യാത്ര. സിറ്റിയാണ്, ഒരു അസർബൈജാനിലെ സിറ്റിയാണ് കുബ. 100 ചില്ലറ കിലോമീറ്റർ റൺ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട്. ഈ വരുന്ന വഴിയൊക്കെ ഉണ്ടല്ലോ, എന്താ രസം എന്നറിയോ, ഒരു രക്ഷയില്ല. അടിപൊളി ഗ്രീനറിയാണ്. ഒരു സൈഡിൽ മല, ഒരു സൈഡിൽ റെസിഡൻഷ്യൽ ഏരിയ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരുപാട് വ്യൂസ് ഉള്ള എന്തായാലും പറയാ വിഷ്വൽസ്, നാച്ചുറൽ ഗ്രീനറി ഉള്ള ഒരു അടിപൊളി സൈറ്റിലൂടെയാണ് ആ യാത്ര. നല്ല അടിപൊളി യാത്രയാണ്, എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയും ചെറിയ പൈസക്ക് ഒരു രാജ്യം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി രാജ്യം ആണ് ഈ അസർബൈജാൻ. മാത്രമല്ല ഇപ്പോഴത്തെ ക്ലൈമറ്റ് അടിപൊളിയാണ്, ഫാന്റാസ്റ്റിക് ക്ലൈമറ്റ് ആണ്. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. തണുപ്പ് വെച്ചിരിക്കാനും ചൂട് വെച്ചിരിക്കാനും ഒരു അടിപൊളി ക്ലൈമറ്റ്. ഓക്കെ, അപ്പം ഇതിന് ഈ അസർബൈജാൻ്റെ തുടർ വീഡിയോകൾ ഒരുപാട് വരുന്നുണ്ട്. നമ്മൾ ഓരോ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ തുടർന്ന് വരും. അപ്പം 5-ാം തീയതി നിങ്ങൾക്ക് ആർക്കെങ്കിലും ദുബായിൽ നിന്നും വരണം എന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, വെറും 475 ദിർഹംസ് മതി. അതേപോലെ നാട്ടിൽ നിന്നും ഇതേപോലെ ഇൻഡിവിജ്വലി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ അസർബൈജാൻ മാത്രമല്ല, ഒന്ന് പറയുകയാണെങ്കിൽ അസർബൈജാന് കസാക്കിസ്ഥാൻ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 20 പാസഞ്ചർ. പിന്നെ അതേപോലെ തന്നെ ജോർജിയ, കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, അർമേനിയ അങ്ങനെ എല്ലാ ടെറിട്ടറീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് രാജ്യങ്ങൾ. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്ത് ഇവർ അറേഞ്ച് ചെയ്ത് തരും. ഇപ്പോൾ ഇവരെ ഈ പാക്കേജ് നിലവിൽ ചെയ്യുന്നത് UAE നിന്ന് മാത്രമാണ്. ഓക്കെ, അപ്പോൾ മുത്തോണിച്ച ഈ സമ്മർ വെക്കേഷനിൽ UAE നിന്ന് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ പോയിട്ട് എക്സ്പ്ലോർ ചെയ്ത് വരാൻ പറ്റുന്ന ഒരു അടിപൊളി കൺട്രിയാണ് അസർബൈജാൻ. നല്ല അടിപൊളി ഗ്രീനറിയാണ്, നല്ല അടിപൊളി ക്ലൈമറ്റാണ്, ആർക്കും നഷ്ടമാവില്ല. 1800 ദിർഹംസിന് നിങ്ങൾക്ക് പോയി വരാൻ പറ്റിയ കിടിലം സ്പോട്ട്. വളരെ മനോഹരമായ വ്യൂകളാണ് അവിടെ. മൊത്തത്തിൽ ഗ്രീനറിയാണ്, നല്ല കിടിലം ക്ലൈമറ്റാണ്. ഒരു കാരണവശാലും നിങ്ങൾക്ക് ആ ക്യാഷ് നഷ്ടമാവില്ല. അപ്പോൾ ഈ സമ്മർ വെക്കേഷനിൽ ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഫ്ലൈ സിയാനെ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇനി പിന്നീടും ഇൻഡിവിജ്വലായിട്ട് പോകണമെന്നുണ്ടെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യാം. എല്ലാ പാക്കേജും അവർ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തു തരും. ഓക്കെ, ഞാൻ ഈ ഒരു വീഡിയോയിൽ എല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റൂല, പക്ഷേ ഞാൻ തുടർന്നും അസർബൈജാനിലെ ഒരുപാട് വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു കിടിലം വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ.